നമ്മളൊന്നും നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ ഒരു പരീക്ഷണവും നടത്താറില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അച്ഛൻ, അമ്മ, ഭാര്യ അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും നമ്മളൊരു പരീക്ഷണവും നടത്താറേയില്ല. അവർക്കൊരു ചെറിയ പരിക്ക് പോലും ഏൽക്കുന്നത് നമുക്ക് സഹിക്കത്തില്ല. അയ്യോ, ആ പരിക്ക് നമ്മുടേതായിട്ട് അങ്ങ് മാറ്റും. കാരണം എന്താ? അത് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. ഇവിടെ ഒരു മരമണ്ടനായ ഭർത്താവ് സ്വന്തം ഭാര്യയിൽ ഒരു വലിയ പരീക്ഷണം നടത്താൻ പോവുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ? എന്തായിരിക്കും ആ വലിയ പരീക്ഷണം? കേട്ടാലോ. ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് തുടങ്ങിയാലോ. ഇത് പേഴ്സണൽ കാര്യമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചതും ബാധിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. എന്തായാലും ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ പേഴ്സണൽ കാര്യം എന്താണെന്ന് പറയാം. നമുക്കൊരു ചാനലുണ്ട്, മാസ്റ്റർ ബ്രെയിൻ 2.0. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരുപാട് ആൾദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും അനീതികളും കൊണ്ട് ആ ചാനൽ ഇപ്പോൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. അത്രത്തോളം ഉള്ള വിശ്വാസങ്ങളാണ് ആ ചാനലിലേക്ക് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇരുന്ന് കഥ പറയുന്നത് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ചാനലിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ 2.0 അതിൽ മാസ്റ്റർ ബ്രെയിൻ 2.0 ചരിത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആ ചാനൽ തുടങ്ങാനുള്ള സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ ചാനൽ ഇങ്ങനെ തുടങ്ങി കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ന്യൂസ് കേൾക്കുകയാണ്. അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ എന്ന സ്ഥലത്ത് നിന്നാണ് ന്യൂസ് കേൾക്കുന്നത്. ഒരു 15 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി പനി ബാധിച്ചു മരിച്ചു, അല്ലേ? അതിൽ പുതുമയുള്ള കാര്യമൊന്നും അല്ല. എത്രയോ പേര് അസുഖം ബാധിച്ച് മരിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ മരണത്തിലൊരു ദുരൂഹതയുണ്ട്. ആ ദുരൂഹത അന്വേഷിച്ച് ഞങ്ങൾ നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ശരിക്കും പറഞ്ഞ എൻ്റെ പൊന്നമ്മച്ചി ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ്, പഠിക്കാൻ അതിസമർത്ഥയാണ്, കാണാനും കൊള്ളാം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. പക്ഷേ എന്താ സംഭവിച്ചറിയാമോ? ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കടുത്ത അന്ധവിശ്വാസികളാണ്. അങ്ങനെ ഏതോ ഒരു സമയത്ത് ഈ പെൺകുട്ടിക്ക് അസുഖം ബാധിക്കുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ ഒരു ബാധയുണ്ട്. അതാണ് പനിയായിട്ട് പുറത്തേക്ക് വരാനുള്ള കാരണം. ഇപ്പോൾ ഇവർ ചെയ്ത പണി എന്താണെന്നറിയാമോ? ഇവർ നേരെ ഈ പെൺകുട്ടിയെ വഹിച്ചുകൊണ്ട് ഒരു കുഗ്രാമമാണെന്ന് ഓർത്തണം. കുളത്തൂപ്പുഴ എന്ന് പറയുന്ന ഒരുപാട് റൂറൽ ഏരിയയിലുള്ളൊരു സ്ഥലമാണ് ഇവരുടെ പ്രദേശം. അങ്ങനെ അവിടുന്ന് ഒരു ജീപ്പ് വിളിച്ചുകൊണ്ട് ഒരു മാന്നാർ മത്തായിക്കകത്ത് റാംജി റാവിനകത്ത് പോകുമല്ലോ, മറ്റേ മദ്രാസിൽ നടിയെ തപ്പി, അതുപോലെ ഒരു ചുവട് ആൾക്കാർ ഈ പെൺകുട്ടിയെയും കൊണ്ട് ആ ജീപ്പിൽ കിടത്തിക്കൊണ്ട് നേരെ പോയി ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് പത്തനംതിട്ട ലാഹ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ കേന്ദ്രമാണ്. ഒരുപാട് മുറിവൈദ്യന്മാരും അന്ധവിശ്വാസികളും ജ്യോതിഷന്മാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഈ പെൺകുട്ടിയെയും കൊണ്ട് ഈ മാതാപിതാക്കൾ ഒരു മുറിവൈദ്യൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞ ഒരു പൂജാരിയുടെ അടുത്ത്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊച്ചിനെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ വൈദ്യൻ, ഈ പൂജാരി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ തട്ടിപ്പ് ആൾ ദൈവം എന്നൊക്കെ പറയുമല്ലോ, അവർ എന്തോ ഭസ്മം ജപിച്ചു കൊടുക്കും, അത് കുടിക്കാൻ കൊടുക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ബാധ പുറത്തേക്ക് ചാടും എന്നാണ് വിചാരിച്ചതും പ്രചരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കൊച്ചിനെ പൂജയ്ക്ക് അല്ലെങ്കിൽ ആ മന്ത്രക്കളത്തിലിരുത്തി ഇങ്ങനെ ഒഴിയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഓതു എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഓതുന്നു. ഈ കൊച്ചിൻ്റെ ദേഹത്ത് ബാധ പോയതായിട്ട് പറയുകയാണ്. അങ്ങനെ കൊച്ച് അവിടെ മയങ്ങി വീഴുന്നു. തിരിച്ച് അസുഖം ബാധിച്ച് പ്രശ്നമൊക്കെ മാറി ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പിറ്റേ ദിവസം ഈ കുട്ടി പനി മൂർച്ഛിച്ച് മരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വിശ്വാസം ഇത്! അവിടെയൊക്കെ ഒരുപാട് ആശുപത്രിയുള്ള സ്ഥലമാണ്. അവിടെ ഒന്ന് കൊണ്ടുപോകാതെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇയാളുടെ അടുത്ത് കൊണ്ടിരുന്നു, ഇയാൾ നാടകം കളിക്കുന്ന കൊച്ചിൻ്റെ ജീവൻ പോയി. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. അങ്ങനെ മിടുക്കിയായിട്ടുള്ള 15 വയസ്സുള്ള ആ പെൺകുട്ടി വീട്ടുകാരുടെ നാട്ടുകാരുടെ അന്ധവിശ്വാസം കാരണം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ഈ വീഡിയോ നമ്മൾ എടുക്കാൻ പോവുകയാണ്. നേരെ ആ പെൺകുട്ടി വീട്ടിൽ ചെല്ലുന്നു. ആ പെൺകുട്ടി പോയ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് നേരെ ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇതിൻ്റെ വിചിത്രമായ കാഴ്ച. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും അറിയാത്ത മദ്യത്തിന് അടിമയായിട്ടുള്ള മദ്യമാണ് ഇയാൾ കുടിക്കുന്നത്. ഈ മുറിവൈദ്യൻ പൂജാരി ഇയാൾ മദ്യം കുടിച്ചിട്ടാണ് വെറ്റിലേക്ക് എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നാടകീയമായിട്ട് ഈ ഒരു രോഗിയെ കൊണ്ടുപോകുന്നു, എന്നിട്ട് ഇയാൾ എന്താ കാണിക്കുന്നത് അറിയാൻ വേണ്ടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, അടിച്ച് ഫിറ്റായിട്ട് കാണിക്കുന്ന എന്തൊക്കെയോ കോപ്രായങ്ങൾ. ആ കോപ്രായമാണ് 15 വയസ്സുള്ള ഈ കുട്ടിയിൽ നടപ്പിലാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് മാസ്റ്റർ ബ്രെയിൻ 2.0 എന്ന് പറഞ്ഞ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഏറ്റവും അവസാനമാണ് ആദ്യത്തെ വീഡിയോ ആണത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അറിയാമല്ലോ, പിന്നെ ഒരു ഘോഷയാത്രയായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനീതികളും അഴിമതികളും തേടിയുള്ള ഒരു പരക്കം പാച്ചിലായിരുന്നു മാസ്റ്റർ ബ്രെയിൻ 2.0 നടപ്പിലാക്കിയത്. ഒരുപാട് കള്ളദൈവങ്ങളെയും കള്ളനാണയങ്ങളെയൊക്കെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, ഓരോ ദിവസം കഴിയുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം കൂടി വരുന്നതല്ലാതെ കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എൻ്റെ പൊന്നമ്മച്ചി, നിങ്ങൾ നോക്കിയാൽ മതി, നിറച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾ ആദ്യമേ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിന് പുറകെ പോകും. അവിടെ ഒരു സംഭവമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആരും അറിയാതെ, ഭാര്യയും മക്കളൊന്നും അറിയാതെ ഇയാൾ, അല്ലെങ്കിൽ ഭാര്യ ആയാലും ചിലപ്പം അങ്ങോട്ട് ചെല്ലും. ഇതിലങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അഡിക്റ്റ് ആവും. ശരിയാണ്, എൻ്റെ കാര്യം നടക്കുന്നു, എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു
ചിന്ത മനസ്സിലേക്ക് വരികയാണ്. പിന്നെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു, മക്കളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ കുടുംബം മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ്. അവസാനം എന്താ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് അറിയാമോ? എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് ഇതാണ്. ദുരിതവും ദുരന്തവും മാത്രം. പണനഷ്ടം, മാനനഷ്ടം, ജീവഹാനി മാത്രമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഒരൊറ്റ അന്ധവിശ്വാസത്തിന് പുറത്ത് പോയവരും ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാം ദുരന്തവും കണ്ണീരും കിനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ അടുത്ത സമയത്ത് പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് തൃശ്ശൂർ ചാവക്കാടുള്ള ഇബ്രാഹിമിൻ്റെ കഥ. നിങ്ങളെല്ലാം കേട്ടല്ലോ. അയാൾ കാണിച്ച കടുത്ത അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അയാൾ അക്യുപഞ്ചറിസ്റ്റാണ്, അക്യുപഞ്ചറിൻ്റെ പുറത്ത് പോകുന്ന ചികിത്സയാണ് അയാൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ തന്നെ അയാൾ ഒരു കടുത്ത അന്ധവിശ്വാസിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പോലീസ് അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. നമുക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന അയാളിലേക്ക് വരാം. ഇയാൾ തൃശ്ശൂർ സ്വദേശിയാണ്. ഇയാൾക്കൊരു ചിന്തയുണ്ട്. വൈദ്യശാസ്ത്രത്തെ എല്ലാം പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ഇയാൾ വിശ്വസിക്കുന്ന അക്യുപഞ്ചർ എന്ന് പറയുന്ന സംഭവം കൊണ്ട് രോഗശാന്തി വരുത്താം, അല്ലെങ്കിൽ രോഗശാന്തി വരുത്തുന്ന പോട്ട് സ്വന്തം ഭാര്യയിൽ അയാൾ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇയാൾ ആദ്യമേ ചെയ്യുന്നത് അറിയാമോ? ഈ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന മുഹസിനി എന്ന് പറയുന്ന 37 ഇയാൾ ബാഹ്യലോഹവുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവൻ ഇയാൾ വിച്ഛേദിക്കുകയാണ്. ഇവളിനി ഒരാളുമായിട്ട് മിണ്ടാൻ പാടില്ല. സ്വന്തം വീട്ടുകാരെ പോലും ഇയാൾ ആട്ടി അകറ്റിയാണ്. അവർക്കൊക്കെ പൈശാചികതയുണ്ട്. അതുകൊണ്ട് തൻ്റെ ഭാര്യ മറ്റാരോട് മിണ്ടാൻ പാടില്ല, തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒരു ജയിലിലേക്ക് മാറ്റി. ജയിൽ എന്ന് പറയുന്നത് ഇയാളുടെ കസ്റ്റഡിയിലേക്ക് ആക്കുകയാണ്. ആ പെണ്ണിന് പിന്നെ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇയാളുടെ അടിമയായിട്ട് ആ സ്ത്രീ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ 15 വർഷത്തിനിടയ്ക്ക് 7 കുഞ്ഞുങ്ങളാണ് മുഹസിനിക്ക് ജനിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു ഇയാൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ചിന്തിച്ചാൽ തർക്കമൊന്നുമില്ല. ഇയാൾ ഇതിൻ്റെ ഒരു കൃഷിക്കാരനോട് മാറുകയാണ്. ഓരോ വർഷം പുതിയ പുതിയ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു. ഇതിൽ 3 കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അക്യുപഞ്ചറിസ്റ്റ് ചികിത്സ അവിടെ നടപ്പിലാക്കുകയാണ്. ഇയാൾക്ക് അവസാനമായിട്ടൊരു കുഞ്ഞ് ജനിച്ചതോടെയാണ് ഈ സത്യം മുഴുവനും പുറലോകത്ത് എത്തുന്നത്. ഇയാൾ ഇത്രയും വലിയ തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടുമാണ് ഇയാൾ അനീതി കാണിച്ചിരിക്കുന്നത്. ആ അനീതി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് 7ാമതൊരു കുഞ്ഞുകൂടി ജനിക്കുകയാണ്. ജനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? വീട്ടിൽ തന്നെ ഈ സ്ത്രീയെ കൊണ്ട് പ്രസവിപ്പിക്കുകയാണ്. ആശുപത്രി വിട്ടില്ല. ആശുപത്രി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് അക്യുപഞ്ചർ ചികിത്സ ആ സ്ത്രീ നടപ്പിലാക്കുകയാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇയാൾ തന്നെ പ്രസവം എടുക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ ആ സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു. പ്രസവത്തിന് കഴിഞ്ഞ് 6ാമത്തെ ദിവസം ഈ കുഞ്ഞ് മരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക പോലും. അതുവരെ ഒരാൾക്കും അറിയത്തില്ല ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. ഈ മോഹസിനയുടെ അച്ഛനും അറിയത്തില്ല, ആർക്കും അറിയില്ല. ഈ മോഹസിനെ ജയിലിലാണെന്ന് പറഞ്ഞില്ല, ഒരു വീട്ടടങ്കിലാണ്. അങ്ങനെ 6ാമത്തെ ദിവസം കുഞ്ഞ് മരിച്ചു. കുഞ്ഞിനെ കൊണ്ട് അടക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് പിന്നെ യഥാർത്ഥമായിട്ടുള്ള അയാളുടെ ഇബ്രാഹിം എന്ന് പറയുന്ന ആ പിശാചിൻ്റെ പൈശാചികത പുറത്തേക്ക് വരുന്നത്. ഈ സ്ത്രീയെ ആശുപത്രി കൊണ്ടുപോകുന്നതേയില്ല. പ്രസവാനന്തര ചികിത്സകൾ ഒരുപാടുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ചികിത്സയാണ് നടത്തുന്നത്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ആഹാരം, മറ്റേത് പ്രോട്ടീനും വിറ്റാമിൻ എന്ന് വേണ്ട ഭയങ്കരമായിട്ടുള്ള ഒരു ചികിത്സയായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആ സ്ത്രീയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്വന്തം ഭർത്താവ് തന്നെ നടപ്പിലാക്കുകയാണ്. അപ്പോഴും അപ്പുറത്ത് കുറേ കുട്ടികളുണ്ട്, അതിനെ നോക്കാൻ ആരോഗ്യമുള്ള അമ്മ വേണം. ആ ചിന്തയൊന്നും ഇബ്രാഹിമിനെ അലട്ടുന്നേ ഇല്ല. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അക്യുപഞ്ചറിസ്റ്റ് ആയിട്ടുള്ള ഈ മുറിവൈദ്യൻ എന്താ ചെയ്യുന്നറിയാമോ? സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ ഓരോ പരീക്ഷണങ്ങൾ നടപ്പിലാക്കുകയാണ്. അങ്ങനെ ആ പരീക്ഷണം അവസാനം കോടാലിയായിട്ട് മാറി. ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് പുഴുക്കൾ പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് എത്തി. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ശരീരം ആസകലം ശോഷിച്ച് അസ്ഥികൂടമായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ മോസിനെ പറ്റി യാതൊരു വിവരവും സ്വന്തം വീട്ടുകാർക്ക് കിട്ടുന്നില്ല. അച്ഛനും സഹോദരിയൊക്കെ പാഞ്ഞു പറിച്ച് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ? ആ കട്ടിൽ മൃതപ്രായമായ രീതിയിൽ ആ പെൺകുട്ടി കിടക്കുകയാണ്. ശ്വാസം പോലും ഇല്ലാതെ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടെ ഈ അച്ഛനും സഹോദരി എല്ലാം കൂടി ആ പെണ്ണിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മരിക്കുകയാണ്. എത്ര ഹീനമായ പ്രവൃത്തിയല്ലേ! ഈ പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. അയാൾ പറയുന്നത് അറിയാമോ? ഇങ്ങനെ ഒരു മൃതശരീരം അയാൾ കണ്ടിട്ടേ ഇല്ലെന്നാണ്. ആ സ്ത്രീയുടെ ഈ പുറവിലത്തെ നട്ടെല്ല് മുഴുവൻ പഴുത്തളിഞ്ഞ് ആ നട്ടെല്ല് ഒടിഞ്ഞു പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. അതിൽ നിന്നും പുഴുക്കളും കൃമികളെല്ലാം പുറത്തേക്ക് വമിക്കുന്ന ഭീകരമായ കാഴ്ചയാണ് ആ സർജൻ കണ്ടിരിക്കുന്നത്. ഇത് അന്ധവിശ്വാസമാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരു സർജൻ്റെ വാക്കുകളാണ്. അപ്പോൾ എത്രത്തോളം മൃഗീയമായിട്ടുള്ള പൈശാചിക കൃത്യമാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നടപ്പിലാക്കിയെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ. ഇതുമാത്രം പൈശാചിക കൃത്യമല്ലേ? ഭയങ്കര കഷ്ടമായിപ്പോയി. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചറിയാമോ? ആ 3 കുട്ടികളുടെ മരണം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ കുട്ടികൾ എങ്ങനെ മരിച്ചു? ഇതും അക്യുപഞ്ചർ ചികിത്സ വഴിയാണോ ആ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ മരിച്ച ആ കുഞ്ഞിൻ്റെ ശവശരീരം പുറത്തെടുത്ത് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമാത്രം മൃഗീയമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഭർത്താവ് എന്ന് പറയുന്ന ഇബ്രാഹിം കുട്ടി കാണിച്ചു കൂട്ടിയത്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്കിലും അയാൾക്ക് യാതൊരു കൂസലുമില്ല. അയാളുടെ മുഖത്ത് പശ്ചാത്താപത്തിൻ്റെ കണിക ഒന്നുപോലുമില്ല.
സ്വന്തം ഭാര്യയാണ്, ഇനി മക്കൾ അവശേഷിക്കുന്നുണ്ട്, അവരെ നോക്കാൻ അമ്മ വേണം എന്നുള്ള ചിന്തയൊന്നും അയാളെ അലട്ടുന്നേ ഇല്ല. അയാളുടെ വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചെയ്ത് ശരിയായ പ്രവൃത്തിയാണ്, എൻ്റെ ചികിത്സ എനിക്ക് വിശ്വാസമുണ്ട്, വൈദ്യശാസ്ത്രജ്ഞനെ എതിർക്കുന്നു, അതെല്ലാം തട്ടിപ്പാണ്, പൊളിയാണെന്നൊക്കെയാണ് അയാൾ ഈ വിഡ്ഢിത്തം ലോകത്തോട് വിളമ്പുന്നത്. എന്തുമാത്രം ഒന്ന് ആലോചിക്കും, നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വിശ്വാസമാണ് നിൽക്കുന്നത്. പ്രാർത്ഥിച്ച് രോഗം മാറ്റാം, ഞാനിപ്പോൾ ക്യാൻസർ മാറ്റാം, മറ്റേത് മാറ്റാം, മറിച്ച് മാറ്റാം എന്ന് പറഞ്ഞ് കുറേ അളിയന്മാർ വേറെ, പൂജിച്ച് അസുഖം മാറ്റാം, ബാധ മാറ്റാം, പ്രശ്നം മാറ്റാം എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് അളിയന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം വെറും തട്ടിപ്പാണ്. ഇബ്രാഹിമിനെ പോലെയുള്ള കപട വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരുപാടുണ്ട്. ആശുപത്രിയിൽ പോകേണ്ടടുത്ത് ആശുപത്രി തന്നെ പോകണം, അല്ലാതെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പുറകെ പോയാൽ അവസാനം എന്ത് സംഭവിക്കും? ജീവനും പോവും, പണവും പോവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരത്തിലൊന്നും ഒരുത്തനും ചെന്ന് ചാടല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.